ഞാനൊരിക്കലും ഒരു തമാശയായിട്ട് എഴുതി, ഈ കണ്ണൂരുകാരും യോഗം ചെയ്തവരാണ്. കാരണം കേരളം ഭരിക്കാനായിട്ട് അവർക്കാണ് അവസരം കിട്ടുക. അത് ജനാധിപത്യത്തിലും അത് തുടരുകയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലം തൊട്ട് കണ്ണൂരുകാരാണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് കെ നായനാർ 10 വർഷം ഭരിച്ചു. കരുണാകരൻ 10 വർഷമോ 10 അതിൽ കൂടുതൽ ഭരിച്ചു. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ പിണറായി 10 വർഷം ഭരിക്കുന്നു. അപ്പോൾ ഇത് കണ്ണൂരുകാരുടെ ഒരു യോഗമാണ്. അതിന് പണ്ട് മുതലേ ഇങ്ങനെയാണ്. വീണ്ടും പറയട്ടെ, ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഭരണാധികാരി അന്നത്തെ നിയമം അനുസരിച്ച് ഇവിടെ വന്നതിൽ തെറ്റില്ല. പക്ഷേ ആ നിയമം എന്ന് പറയുന്നത് ഇടക്കാലത്തുണ്ടായ നിയമമാണ്, ആദ്യം മുതലുണ്ടായിരുന്ന നിയമമല്ല. ഈ കൗലത്തിരി എടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്തായിരുന്നു? 2-3 കാരണങ്ങൾ ഉണ്ടാവണം. കാരണം എവിടെയും പറയുന്നില്ല. ഒന്ന്, ജാതിയിലെ തുല്യത. അതായത് ഇവരാരും തന്നെ ക്ഷത്രിയരല്ലല്ലോ, അല്ല. പക്ഷേ ക്ഷത്രിയ തുല്യ ഭരണം. അതിപ്പോൾ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗുപ്ത രാജാക്കന്മാർ ക്ഷത്രിയരല്ല, മൗര്യ രാജാക്കന്മാർ ക്ഷത്രിയരല്ല, ശിവജി ക്ഷത്രിയനല്ല. ഇതൊക്കെ ബ്രാഹ്മണരെ അവസാനം അവരെ ക്ഷത്രിയരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ അങ്ങനെ ക്ഷത്രിയരാക്കുകയായിട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷോഡശ ക്രിയകൾ ചെയ്യും, ഹിരണ്യഗർഭം നടത്തും. അത് കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ പശുവിനെ ഉണ്ടാക്കി ആ പശുവിൻ്റെ അകത്തൂടെ കടന്ന് പിന്നെ ഒരു വലിയ സ്വർണ്ണ പാത്രമുണ്ട്, അതിനകത്ത് പഞ്ചഗവ്യം നിറയ്ക്കും. പശുവിൻ്റെ പാല്, നെയ്യ്, ഗോമൂത്രം, ചാണകം ഇതിനകത്ത് ഇറങ്ങി കുളിക്കും. കുളിച്ച് പുറത്ത് വന്നു കഴിഞ്ഞ് ഇവർക്ക് കുലശേഖര പദവി കൊടുക്കുകയുള്ളൂ, പട്ടം കൊടുക്കുകയുള്ളൂ. മാർത്താണ്ഡവർമ്മ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചടങ്ങുകളെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം അതേസമയത്ത് അവസാനത്തെ നാടുവാഴിയായ ചിത്ര തിരുനാൾ പറഞ്ഞു, ഞാനിതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ധൈര്യം കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹം സ്വയം കുലശേഖര പദവി സ്വീകരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഇതിനു വേണ്ട പണം കൊണ്ട് ഞാൻ വഞ്ചി പൂവർ ഫണ്ട് തുടങ്ങി. അപ്പോൾ അത് ഒരു നോബിളായിട്ടുള്ളൊരു വെഞ്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ രാജകുടുംബത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, അവർ നല്ല കാര്യങ്ങൾ ചെയ്തതും ധീരമായ കാര്യങ്ങൾ ചെയ്തതും പറയാനുണ്ട്. അതേസമയത്ത് മണ്ടത്തരങ്ങൾ കാണിച്ചതും പറയാനുണ്ട്. ഇത്രയേ ഉള്ളൂ. സാർ, ആദ്യം ഈ കൊളച്ചൽ യുദ്ധത്തെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഹിസ്റ്ററി എപ്പിസോഡാണ് കൊളച്ചൽ യുദ്ധം. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ പറയാം. പക്ഷെ അത് ഒരിക്കലും ചരിത്രത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയൊരു എപ്പിസോഡ് കൂടിയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു റെലവൻസും എന്തുകൊണ്ട് പ്രാധാന്യം ലഭിച്ചില്ല എന്നുള്ളത് കൂടി ഒന്ന് പറയാമോ? പറയാം. ഈ കൊളച്ചൽ യുദ്ധം എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു ഭീകരമായ യുദ്ധമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അനക്സ്റ്ററായിരുന്നു, പിടിച്ചെടുക്കലായിരുന്നു. വളരെ പെട്ടെന്നുള്ള ഒരു ആക്ഷനായിരുന്നു. ആ ആക്ഷനകത്ത് അതിൽ തിരുവിതാംകൂർ ജയിച്ചു. അവിടെ ഭാഗ്യത്തിൻ്റെ അംശമുണ്ട്. അതേസമയത്ത് കാൽക്കുലേഷനും ആസൂത്രണത്തിൻ്റെ പ്ലാനിങ്ങും കാൽക്കുലേഷനും ഉണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് കുളച്ചൽ ഒരു മൈനർ പോർട്ടായിരുന്നു, ഇന്നും മൈനർ പോർട്ടാണ്. ആ മൈനർ പോർട്ടിന് അതിനപ്പുറത്ത് തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു മൈനർ പോർട്ടുണ്ട്. അതിൽ വാൻ നിമോഫ് എന്ന് പറയുന്ന വളരെ ശക്തനായിട്ടുള്ള സിലോണിലെ ഗവർണറാണ് ഈ മാർത്താണ്ഡവർമ്മയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ഭാഗമായിട്ട് മാർത്താണ്ഡവർമ്മയെ കാണാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നു. 1739 അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. ആ അപ്പോയിൻമെൻറ്റ് കാണാൻ സമയത്ത് അതിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്ത് മാർത്താണ്ഡവർമ്മ മനഃപൂർവ്വം 2 മണിക്കൂർ വൈകിട്ടാണ് പോകുന്നത്. മനഃപൂർവ്വം ഈ വാൻ നിമോഫിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകി വരുന്നതോ വലിയ സാധാരണ മാർത്താണ്ഡവർമ്മ ലളിതമായ വേഷം, മുണ്ട്, നേരിയത് ഒക്കെയാണ്. ഇതങ്ങനെയല്ല. സർവാഭരണ വിഭൂഷിതനായിട്ട് വലിയ ഗംഭീരനായിട്ട് കുതിരപ്പുറത്ത് വന്ന് അത് കഴിഞ്ഞ് പല്ലക്കിൽ കയറി അവിടെ വന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നാഗസുരക്കാരുണ്ട്, വാദ്യഘോഷക്കാരുണ്ട്, അവരുടെയൊക്കെ കച്ചേരികൾ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ. ചൈനീസ് പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ കുറച്ച് നാടൻ കലാരൂപങ്ങൾ കാണിക്കും നമുക്ക് വന്നത്. എന്തിനാണ് ഒക്കെ ഒരു പണ്ടത്തെ ഒരു കൺവെൻഷനാണ്. ആ കൺവെൻഷൻ ഇപ്പോഴും തുടരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മ അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് അവസാനം അവർ പിണങ്ങി പിരിയുകയാണ്. അപ്പോൾ വാൻ നിമോഫ് പറഞ്ഞു, ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. 1939 കഴിഞ്ഞ് അവർ ഒരു വാറിന് അവർ പ്ലാൻ ചെയ്യുകയാണ്.
പ്ലാൻ ചെയ്തിട്ട് അവർ 41 ഈ യുദ്ധത്തിന് ഭാഗമായിട്ട് അവർ കുളച്ചലിൽ അവരുടെ വാർഷിപ്പ് കൊണ്ടുവരികയാണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻ ഹാക്കർട്ട് എന്ന് പറയുന്ന ഒരാളിനെയാണ് അതിന് ചുമതല ഏൽപ്പിച്ചത്. അതിന് ഗൊളനേസെ എന്ന് പറയുന്ന കൊച്ചി ഗവർണറോട് പറഞ്ഞു സൂപ്പർവൈസ് ചെയ്യാൻ പറഞ്ഞു യുദ്ധത്തിന്. അപ്പോൾ ഗൊളനേസെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു നല്ല അസുഖമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മടങ്ങി. ഭീരുവായിട്ട് മടങ്ങിയതാവണമെന്നില്ല, ചിലപ്പോൾ അസുഖം കൊണ്ട് തന്നെ മടങ്ങിയതായിരിക്കും. അപ്പോൾ ഗൊളനേസെ മടങ്ങിയപ്പോൾ വീണ്ടും ഹാക്കർട്ട് എന്ന് പറയുന്ന ആളുടെ ചുമതലയിലായി. ഇയാൾ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. എങ്കിലും ഇയാൾ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് നിന്നൊരു 3000 സൈന്യം സോൾജിയേഴ്സ് ഇവിടെ കുളച്ചലിനെ ഉപരോധിക്കാനായിട്ട് റെഡിയായിട്ട് അവർ ഉദയഗിരി, ഇരണിയൽ, തേങ്ങാപ്പട്ടണം, ഇത്രയും മിടാലം, ഇത്രയും സ്ഥലത്ത് അവർ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തൂത്തുക്കുടി എന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയാണ്. തൂത്തുക്കുടിയിൽ നിന്ന് ഒരു പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തെ കന്യാകുമാരിയിലേക്ക് അയച്ചു. അതിലാണ് ഈ ഡി ലെനോയി ഉണ്ടായിരുന്നത്. ഡി ലെനോയി വാസ്തവത്തിൽ കീഴടങ്ങുന്നത് കന്യാകുമാരിയിലാണ്, കുളച്ചിൽ വെച്ചല്ല. ഇപ്പോഴത്തെ ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ കന്യാകുമാരി കീഴടങ്ങിയെന്നാണ്, കുളച്ചിൽ വെച്ച് കീഴടങ്ങിയെന്നാണ് പറയുന്നത്. ശരിയല്ല. അപ്പോൾ കന്യാകുമാരി വെച്ച് അവിടെ മഴയുണ്ടാകുന്നു, ഒരുപാട് ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് ഫോഴ്സിന് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല, പിടിക്കുന്നു. ആ ലെനോയിക്ക് ടുബാക്കോ കൊടുക്കുന്നു, മദ്യം കൊടുക്കുന്നു, സ്ത്രീകളെയും കൊടുക്കുന്നു. അങ്ങനെ ഈ ലെനോയി മാർത്താണ്ഡവർമ്മയോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഓൾറെഡി ട്രാവൻകൂർ സൈന്യത്തിൽ ഒരു ജർമ്മൻകാരനുണ്ട്. അദ്ദേഹം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആർമി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദ്യുവൻഷോട്ട് എന്നാണ്, ഓഗസ്റ്റ് ദ്യുവൻഷോട്ട്. ഓഗസ്റ്റ് ദ്യുവൻഷോട്ടിന് ഇവരൊക്കെ കത്തോലിക്കരാണ്. അപ്പോൾ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഈ ഗവർണർമാരെല്ലാം പ്രൊട്ടസ്റ്റൻറ്റുകാരാണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻറ്റുകാരും കത്തോലിക്കരും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ഉണ്ട്. കത്തോലിക്കർക്ക് പ്രൊമോഷൻ കൊടുക്കുകയില്ല. മാർത്താണ്ഡവർമ്മയ്ക്ക് ഈ പോളിറ്റിക്സൊക്കെ അറിയാം. മാർത്താണ്ഡവർമ്മ കത്തോലിക്കരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, പ്രൊട്ടസ്റ്റൻറ്റുകാരെ അക്സെപ്റ്റ് ചെയ്യില്ല. മാർത്താണ്ഡവർമ്മയെ അതിന് സഹായിക്കാനായിട്ട് ഇവിടെ ജെസ്യൂട്ട്സ് ഉണ്ട്. ജെസ്യൂട്ട്സ് പ്രീസ്റ്റുകളെ മാർത്താണ്ഡവർമ്മ അതിന് നിർത്തിയിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ഈ അഗസ്റ്റ ദ്യുവൻഷോട്ടിനെയും ഈ ഡിലനോയെയും പിടിച്ചിട്ട് ഇവരോട് സറണ്ടർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ആരോട്? കുളച്ചലിലെ സോൾജിയേഴ്സിനോട്. നിങ്ങൾ സറണ്ടർ ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ കൊല്ലുകയില്ല, ഞങ്ങൾക്ക് ഇതാ ഇവിടെ സർവ്വസ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. അവർ സറണ്ടർ ചെയ്തു. ഇത് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ കുളച്ചൽ യുദ്ധം വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ടു പോയത്? കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ടു പോകാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹിസ്റ്റോറിയൻസ് തന്നെ അത് വേണ്ടതുപോലെ എഴുതിയില്ല. ഈ പറയുന്ന ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ തന്നെ കുളച്ചൽ യുദ്ധത്തെ പറ്റി എത്രയോ കുറച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കഥകളുണ്ടായിട്ടുണ്ട്. NP ചെല്ലപ്പൻ നായരുടെ കഥയുണ്ട് കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പല ലേഖനങ്ങളും വന്നിരിക്കും, എല്ലാം മലയാളത്തിലൊക്കെയാണ്. അന്ന് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാർ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ഇംഗ്ലീഷുകാരുടെ ശത്രുക്കളാണ് ഡച്ചുകാർ. അവരാണ് പരാജയപ്പെട്ടത്. അവർ പരാജയപ്പെട്ടത് കൊണ്ട് ഇംഗ്ലീഷുകാരും നല്ല പബ്ലിസിറ്റി കൊടുത്തു, ഫ്രഞ്ചുകാരും കൊടുത്തു. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് സോഴ്സസ് ഉണ്ട്, ഇംഗ്ലീഷ് സോഴ്സസ് ഉണ്ട്. കാര്യമായി ആരായിരുന്നു നമ്മുടെ ഈ ഹിസ്റ്റോറിയൻസിൽ എന്ന് പറഞ്ഞാൽ ഈ കേരള ചരിത്രം ആദ്യമായിട്ട് പാശ്ചാത്യ ലോകത്തെ പരിചയപ്പെടുത്തിയത് KM പണിക്കരാണ്. അതിനുവേണ്ടി KP പത്മനാഭമേനോനുണ്ട്. പക്ഷെ പത്മനാഭമേനോൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ ലോകമെമ്പാടും പ്രചരിച്ചില്ല. പക്ഷേ KM പണിക്കരുടെ പുസ്തകങ്ങൾ പ്രചരിച്ചു. അദ്ദേഹം വേണ്ടത് പ്രാധാന്യം കൊടുത്തില്ല കുളച്ചൽ വാറിനെ പറ്റി. KP പത്മനാഭമേനോനും വേണ്ടത്ര കൊടുക്കുന്നില്ല. അതുകൊണ്ടാവണം